അദ്വൈത സിദ്ധാന്തം എന്ന് പറയുന്നത് അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാണ്, തത്വമസി, അത് നീയാണ്, അതുകൊണ്ട് സർവം ബ്രഹ്മമയം. അപ്പോൾ ഞാൻ ഈശ്വരനാണ്, എൻ്റെ ചുറ്റിനും ഞാൻ കാണുന്നതെല്ലാം ഈശ്വരനാണ്, അതുകൊണ്ട് ഈ പ്രപഞ്ചം മുഴുവനും ബ്രഹ്മമയമാണ് എന്നതാണ് അദ്വൈത സിദ്ധാന്തം എന്ന് പറയുന്നത്. ഈ കൃതിയിൽ അദ്ദേഹം അത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത്, ഞാൻ ഒരു ശ്ലോകം ഉദ്ധരിക്കാം. ഗളന്തി ശംഭോ ത്വച്ചരിത സരിതക്കിൽ ബിഷരജോ ദളന്തീ സരണിഷു പതന്തി വിജേതാം ദിശന്തി സംസാര ഭ്രമണ പരിതാപോപശമനം വസന്തി മച്ചേതോ ഹൃദഭുവി ശിവാനന്ദലഹരി. അപ്പോൾ ആ ശിവാനന്ദലഹരി ഉള്ളിൽ നിറയുമ്പോൾ യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത് ആധ്യാത്മിക ചൈതന്യമാണ്, അല്ലെങ്കിൽ അദ്വൈത ചൈതന്യമാണ് എന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം. അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ അദ്വൈത സിദ്ധാന്തവും ഭക്തിയും കൂടി മേളിച്ചിട്ടുണ്ട് എന്ന് പറയാൻ കഴിയുന്നത്.